Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ വീഡിയോസും ഇതിന് കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. First question is, name the fundamental or base quantities and units according to SI system. Name the fundamental or base quantities and units according to SI system. അതായത് ബേസ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഇവിടെ യൂണിറ്റ്സുമാണ് ചോദിച്ചിട്ടുള്ളത്. SI സിസ്റ്റത്തിലുള്ള യൂണിറ്റ്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേസ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ദെൻ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെ. ഇനി അതുപോലെ തന്നെ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആണ് പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. അപ്പൊ ഈ ആദ്യത്തെ 7 ക്വാണ്ടിറ്റീസ് എന്തായാലും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അവയുടെ യൂണിറ്റ്സും അറിഞ്ഞിരിക്കുക. അപ്പൊ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ദെൻ മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറണ്ട് ആംപെയർ, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില, CD എന്നാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കണം. അതുപോലെ തന്നെ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് പ്ലെയിൻ ആംഗിളും അതുപോലെ തന്നെ സോളിഡ് ആംഗിളും ആണ്. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. അതുപോലെ തന്നെ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് സ്റ്റെറേഡിയൻ ആണ്. അപ്പൊ യൂണിറ്റ്സും അത് ക്വാണ്ടിറ്റീസും ഒന്നും കൂടെ പറയാം. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി, അതുപോലെ തന്നെ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആണ് പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. ഇതൊന്ന് പഠിച്ചിരിക്കുക. നൗ ഡിഫൈൻ പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിൾ എന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്ലെയിൻ ആംഗിൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, ഡെറിവേഷൻസിലാണെങ്കിലും എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് പ്ലെയിൻ ആംഗിൾ കാണാം? ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ആണുള്ളത്. ദെൻ ഇവിടുത്തെ ആർക്ക് ഏതാണ് വരുന്നത്? S എന്ന് പറയുന്നതാണ് ആർക്ക് വരുന്നത്. റേഡിയസ് R ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി തീറ്റ എങ്ങനെ കാണാം? അതായത് ആംഗിൾ ഡി തീറ്റ ഈക്വൽ, സ്മോൾ ആംഗിൾ ആയതുകൊണ്ട് ഡി തീറ്റ എന്ന് എഴുതാം. സോ ഡി തീറ്റ ഈക്വൽ ടു DS ബൈ R ആണ്. അതായത് ആർക്ക് ബൈ റേഡിയസ്. അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഡിഫൈൻ സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ വരുന്ന സമയത്ത് ഇക്വേഷൻ എന്താണ്? സോളിഡ് ആംഗിൾ ഇസ് ഈക്വൽ ടു ഇന്റർസെപ്റ്റഡ് ഏരിയ ബൈ സ്ക്വയർ ഓഫ് റേഡിയസ് ആണ്. ഇന്റർസെപ്റ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് റേഡിയസ്, അതായത് ഡി ഓം ഇസ് ഈക്വൽ ടു DA ബൈ R സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഇന്റർസെപ്റ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് റേഡിയസ് ആണ്. ഡി ഓം ഇസ് ഈക്വൽ ടു DA ബൈ R സ്ക്വയർ. അത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ആദ്യത്തെ 7 ക്വാണ്ടിറ്റീസ് കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കുക. Now we have the most important topic of this chapter, അതായത് ഡയമെൻഷൻസ് ആണ്. ഡയമെൻഷണൽ ഫോർമുല എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. So here we are going to find the dimensional formula of the following derived quantities. Derived quantities ന്റെ dimensional formula കാണുന്നതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. എന്തായാലും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഈ ചാപ്റ്ററിൽ മാത്രമല്ല, ഇനി നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന എല്ലാ ടേംസിന്റെയും ഡയമെൻഷണൽ ഫോർമുല കാണാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 2 മെത്തേഡിൽ കാണാൻ പറ്റും അല്ലെ. വേണമെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഡയമെൻഷണൽ ഫോർമുല കാണാൻ, സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനി കുറച്ചുകൂടെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് യൂണിറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഓരോ അതായത് ഫസ്റ്റ് മുതൽ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ മുതൽ എങ്ങനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതുക എന്നുള്ളത് നോക്കാം. അവർ ഫസ്റ്റ് ക്വാണ്ടിറ്റി ഈസ് ഏരിയ. അപ്പൊ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെ. അപ്പൊ അതിൽ ഡയമെൻഷൻ എഴുതുന്ന സമയത്ത് ഏരിയക്ക് A എന്ന് എഴുതാം. A is equal to ലെങ്ത് എന്ന് പറയുന്നതിനെ നമുക്ക് L എന്ന് റെപ്രസെന്റ് ചെയ്യാം. ബ്രെഡ്ത്തിനെയും എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അതും ഒരു ലെങ്ത് ആണ് അല്ലെ. അപ്പൊ L ഇൻറ്റു L എന്ന് എഴുതാം. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിനെ L ഇൻറ്റു L എന്ന് എഴുതാം. ഓക്കെ, L ഇൻറ്റു L എന്ന് പറയുന്നത് എന്താണ്? L സ്ക്വയർ അല്ലേ. സോ ഏരിയ വിൽ ബി ഈക്വൽ ടു L സ്ക്വയർ, അല്ലെങ്കിൽ അതിനെങ്ങനെ എഴുതാൻ പറ്റും? MLT എന്നുള്ള ഫോമിലായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് M0 L സ്ക്വയർ T0 എന്ന് എഴുതാം. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരിക്കണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇനി നമുക്ക് A is equal to L സ്ക്വയർ എന്ന് പറയുന്ന ഡയമെൻഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി യൂണിറ്റിൽ നിന്നാണ് നമ്മൾ കാണുന്നതെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും? യൂണിറ്റ് ഓഫ് ദി ഏരിയ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ അല്ലേ. മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? മീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ L
എന്ന് എഴുതാം അല്ലെ. സോ എൽ സ്ക്വയർ എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രാക്ടീസ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അടുത്തത് വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ലെങ്ത് ഇസ് എ ലെങ്ത്, ബ്രെഡ്ത്തും എന്ത് തന്നെയാണ്, ലെങ്ത് ആണ്, ഹൈറ്റും ലെങ്ത് ആണ്. അപ്പൊ എൽ ഇൻറ്റു എൽ എന്ന് എഴുതാം അല്ലെ, എൽ ക്യൂബ് ആയിരിക്കും. ഇനി അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, യൂണിറ്റ് ഓഫ് വോളിയം എന്ന് പറയുന്നത് എന്താണ്, മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ മീറ്റർ ക്യൂബിൽ നിന്ന് എഴുതുമ്പോൾ എന്ത് എഴുതാം, എൽ ക്യൂബ് എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. അടുത്തത് ഡെൻസിറ്റി. അപ്പൊ ഡെൻസിറ്റി അതായത് നമ്മൾ ഓരോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെയും ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കണം. ഇക്വേഷൻസ് ഓൾറെഡി നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇക്വേഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ എന്താണ് യൂണിറ്റ്സ് എങ്കിലും എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ് അല്ലെ. അപ്പൊ എങ്ങനെ കാണാം, റോ ഈസ് ഈക്വൽ ടു മാസ് എം ബൈ വോളിയം. അപ്പൊ എത്രയാണ്, വോളിയം എൽ ക്യൂബ് ആണ്. അപ്പൊ എങ്ങനെ എഴുതാം, എം ബൈ എൽ ക്യൂബ് എന്ന് എഴുതാം. ഇനി റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ലെങ്തിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും, എൽ റേസ് ടു -3 ആവും. സോ എം എൽ റേസ് ടു -3 എന്നുള്ളതാണ് എന്ത്, ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസിന്റെ യൂണിറ്റ് ആണ്. ദെൻ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ എങ്ങനെ എഴുതാം, എം എൽ റേസ് ടു -3 എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ക്ലിയർ. നെക്സ്റ്റ് വി ഹാവ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ 1 by ടൈം പീരീഡ്. ഓക്കെ. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 by ടൈം പീരീഡ് ആണ്. ഇക്വേഷൻ ഇസ് 1 by t. ടൈം പീരീഡിനെ t എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ 1 by t മീൻസ് t raised to -1. അല്ലെങ്കിൽ എങ്ങനെ വെച്ച് എഴുതാം, യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. സോ ടൈം t raised to -1 എന്ന് എഴുതാൻ പറ്റും. ഇനി അടുത്തത് സ്പീഡ് ആണ്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. സോ എങ്ങനെ എഴുതാൻ പറ്റും, ഡിസ്റ്റൻസ് ലെങ്ത് ആണ്, ദെൻ ടൈം ടി എന്ന് എഴുതാം. സോ എൽ ബൈ ടി എന്ന് വരും. ദാറ്റ് ഈസ് എൽ ടി റേസ് ടു -1. ഇനി യൂണിറ്റ് വെച്ച് എഴുതുകയാണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ മീറ്ററിന് ലെങ്ത് ആണ് എന്ന് എഴുതാം. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ടി ആണ്. സോ എൽ ടി റേസ് ടു -1 എന്ന് എഴുതാം. ഇനി വെലോസിറ്റി. നെക്സ്റ്റ് വി ഹാവ് വെലോസിറ്റി. വെലോസിറ്റി എങ്ങനെ കാണാം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും ഒരു ലെങ്ത് ആണ്, ആൻഡ് ബൈ ടൈം ടി. സോ എൽ ബൈ ടി തന്നെയാണ് എഴുതുന്നത്. ദെൻ എൽ ടി റേസ് ടു -1 ആണ്. യൂണിറ്റ് ഓഫ് വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും, എൽ ടി റേസ് ടു -1 എന്ന് കിട്ടും. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്, അതായത് സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും ഡയമെൻഷൻ എന്താണ്, സെയിം ആണ് അല്ലെ. സോ എൽ ടി റേസ് ടു -1 എന്നുള്ളതാണ് സ്പീഡിന്റെയും അതുപോലെ തന്നെ വെലോസിറ്റിയുടെയും ഡയമെൻഷൻ. നെക്സ്റ്റ് വി ഹാവ് മൊമെന്റം. മൊമെന്റം എങ്ങനെയാണ് കാണുന്നത്, മൊമെന്റത്തിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി. ദെൻ വെലോസിറ്റി ഓൾറെഡി നമ്മൾ ഡയമെൻഷൻ കണ്ടതാണ്. അപ്പൊ എങ്ങനെ എഴുതാം, എം ഇൻറ്റു എൽ ടി റേസ് ടു -1. ഡയറക്റ്റ് ആയിട്ട് എം എൽ ടി റേസ് ടു -1 എന്ന് എഴുതാം. ഓർ ഫ്രം ദ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ കിലോഗ്രാം എം ആണ്, മീറ്ററിന് പകരം എൽ എന്ന് എഴുതാം. സെക്കൻഡ് ഇൻവേഴ്സിന് ടി ഇൻവേഴ്സ് എന്ന് എഴുതാം. സോ എം എൽ ടി റേസ് ടു -1 തന്നെ കിട്ടും. നെക്സ്റ്റ് വി ഹാവ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്, മൊമെന്റം ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലെ. മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ ഓൾറെഡി ചെയ്തതാണ്. മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്, പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. സോ എം എൽ ടി റേസ് ടു -1 എന്ന് എഴുതാം. എം എൽ ടി റേസ് ടു -1 ആണ് മൊമെന്റം, ഇൻറ്റു ഡിസ്റ്റൻസ് എൽ. അപ്പൊ അവിടെ എങ്ങനെ കിട്ടുന്നത് നോക്കി നോക്കൂ, എം ദെൻ എൽ ഇൻറ്റു എൽ, അത് എൽ സ്ക്വയർ എന്ന് എഴുതാം. ടി റേസ് ടു -1 അല്ലെങ്കിൽ യൂണിറ്റിൽ നിന്ന് എങ്ങനെ കാണാം, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ കിലോഗ്രാമിന് പകരം എം എന്ന് എഴുതാം. ദെൻ മീറ്റർ സ്ക്വയറിന് പകരം എൽ സ്ക്വയർ എഴുതാം. സെക്കൻഡ് ഇൻവേഴ്സിന് പകരം ടി ഇൻവേഴ്സ് എന്ന് എഴുതാം. സോ വി ആർ ഗെറ്റിംഗ് ദ സെയിം ഡയമെൻഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഡയമെൻഷൻസ് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ അടുത്തത് ആക്സിലറേഷൻ ആണ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിൽ ഒരെണ്ണമാണ് ആക്സിലറേഷൻ. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ കണ്ടതാണ്, എൽ ടി റേസ് ടു -1 അല്ലെ, ബൈ ടൈം. സോ എന്ത് വരും, എൽ ടി റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു -1 എന്ന് വരും. സോ എൽ ടി റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു -1 ആണ്. സോ ടി റേസ് ടു -2 ആണ്. സോ ടോട്ടൽ ഈസ് എൽ ടി റേസ് ടു -2. ദാറ്റ് ഈസ് യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആയല്ലോ അല്ലെ, എങ്ങനെ കിട്ടുന്നത് എന്നുള്ളത്. അതായത് എൽ ടി റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു -1, ദാറ്റ് ഈസ് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്ന ഫോമിലാണ് അല്ലേ. അപ്പോൾ എ റേസ് ടു എം പ്ലസ് എൻ ആണ്, അത് കൺഫ്യൂഷനായി പോകരുത്. എ റേസ് ടു എം പ്ലസ് എൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ടി റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു -1 വരുമ്പോൾ എന്ത് വരും, ടി റേസ് ടു -1 പ്ലസ് -1 ആണ്. സോ ടി റേസ് ടു -2 എന്ന് കിട്ടും. അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ എം
യെസ്, എമ്മിന് പകരം എന്താ എഴുതാം? ലെങ്ത് ആണ്. സോ സെക്കൻഡ് റേസ് ടു -2 എന്ന് പറയുന്നത് ടി റേസ് ടു -2 എന്ന് എഴുതാം. നെക്സ്റ്റ് വി ഹാവ് ഫോഴ്സ്. ഫോഴ്സ് ഇസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ എം ഇൻറ്റു ആക്സിലറേഷൻ ഇസ് എൽ ടി റേസ് ടു -2. സോ എം എൽ ടി റേസ് ടു -2 എന്ന് എഴുതാം. യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ ആണ് അല്ലേ. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാൻ പറ്റും? കിലോഗ്രാം മാസ് ആണ്. സോ എം മീറ്റർ ലെങ്ത് ആണ്, ദെൻ ടൈം ടി റേസ് ടു -2 എന്ന് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വി ഹാവ് ഇമ്പൾസ്, ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഇനി നിങ്ങൾക്ക് തനിയെ തന്നെ ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. അതായത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഫോഴ്സ് എം എൽ ടി റേസ് ടു -2 ആണ് ഇൻറ്റു ടൈം. അപ്പോൾ എന്ത് വരും? എം എൽ, അതുപോലെ ടിയുടെ പവേഴ്സ് എത്ര വരുന്നത്? ടി റേസ് ടു -2 + 1 ആണ്. അപ്പോൾ എന്തായി കിട്ടും? ടി റേസ് ടു -1. ഓർ ഫ്രം ദ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ സെയിം ഡയമെൻഷൻ തന്നെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇമ്പൾസിന്റെയും മൊമെന്റത്തിന്റെയും ഡയമെൻഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഇമ്പൾസ് ആൻഡ് മൊമെന്റം, സോ ദേ ഹാവ് ദ സെയിം ഡയമെൻഷൻ, റൈറ്റ്? ഇമ്പൾസിന്റെയും മൊമെന്റത്തിന്റെയും ഡയമെൻഷൻ എന്താണ്? സെയിം ആണ്. അപ്പൊ നിങ്ങൾ ഡയമെൻഷൻസ് പഠിക്കുന്ന സമയത്ത് സിമിലർ ആയിട്ട് വരുന്ന ഡയമെൻഷൻസ് വരുന്ന പെയേഴ്സ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെ ക്വാണ്ടിറ്റീസിനാണ് സെയിം ഡയമെൻഷൻസ് വരുന്നത്, അതുപോലെ തന്നെ യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്, ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്, അത് നമ്മൾ വരുന്ന ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്നാലും സിമിലർ ആയിട്ട് വരുന്ന ഡയമെൻഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ അതിനെ നമുക്കൊരു പെയേഴ്സ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വി ഹാവ് വർക്ക്. വർക്കിനെ എങ്ങനെ എഴുതാം? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫോഴ്സിന് പകരം എം എൽ ടി റേസ് ടു -2 എന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ലെങ്ത് ആണ്, എൽ. സോ എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഓർ ഫ്രം യൂണിറ്റ് വി ഹാവ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ, ഓർ ജൂൾ ആണ്. സോ ഫ്രം ദ യൂണിറ്റ് ഓൾസോ വി വിൽ ഗെറ്റ് ദ സെയിം ഡയമെൻഷൻ. നെക്സ്റ്റ് വി ഹാവ് എനർജി. എനർജിയുടെ യൂണിറ്റ് എങ്ങനെ കാണാം? എനർജി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഫോർ ഡൂയിങ് വർക്ക് ആണ്. സോ വർക്കിന്റെ സെയിം ഡയമെൻഷൻ ആയിരിക്കും എനർജിയുടെ ഡയമെൻഷൻ. സോ എനർജി വിൽ ബി ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ, ഓർ ജൂൾ ആണ്. സോ ഫ്രം ദാറ്റ് ഓൾസോ വി വിൽ ഗെറ്റ് ദ സെയിം ഡയമെൻഷൻ. നൗ വി ഹാവ് ടോർക്ക്. ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് കണ്ടാൽ മതി അല്ലെ. ദാറ്റ് ഈസ് എം എൽ ടി റേസ് ടു -2 ഇൻറ്റു ഡിസ്റ്റൻസ് ഇസ് എൽ. സോ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. ഇനി നമ്മളിപ്പോ കണ്ട ഡയമെൻഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. വർക്ക്, എനർജി, ടോർക്ക്, ഇവയ്ക്ക് മൂന്നിനും എന്താണുള്ളത്? സെയിം ഡയമെൻഷൻ ആണ് അല്ലെ. സോ വർക്ക്, എനർജി ആൻഡ് ടോർക്ക് ഹാവ് സെയിം ഡയമെൻഷണൽ ഫോർമുല. അങ്ങനത്തെ ക്വാണ്ടിറ്റീസ് ഒന്ന് ഓർത്തിരിക്കുക. Now we have pressure. Pressure is equal to force by area. Like force is ml t raised to -2 by area L square ആണ്. So ml t raised to -2 into L raised to -2 എന്ന് കിട്ടും. അപ്പൊ എന്തായിരിക്കും ഇക്വേഷൻ വരിക? m L raised to -1 t raised to -2 ആണ്. ഇനി യൂണിറ്റ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ raised to -1 സെക്കൻഡ് raised to -2 ആണ്, അല്ലെങ്കിൽ പാസ്കൽ എന്നാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. യൂണിറ്റ് ഓഫ് പ്രഷർ. ഓക്കെ, now we have stress. Stress is equal to force by area ആണ്. So force is ml t raised to -2 by area is L square. ഇക്വേഷൻ എന്തായിട്ട് മാറും? m L raised to -1 t raised to -2 ആണ് സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ. ഇനി ഈ രണ്ട് ഡയമെൻഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. പ്രഷർ അതുപോലെ തന്നെ സ്ട്രെസ്. സോ പ്രഷർ ആൻഡ് സ്ട്രെസ് ഹാവ് സെയിം ഡയമെൻഷണൽ ഫോർമുല അല്ലെ. Now we have another quantity, power. Power is equal to work by time. So m L square t raised to -2 ആണ് work. So ml square t raised to -2 divided by time t. അപ്പൊ എങ്ങനെ എഴുതാം? m L square t raised to -2 into t raised to -1 എന്ന് വരും. So t യുടെ പവേഴ്സ് ഏതൊക്കെയാണ്? -2 plus -1. So total t raised to -3 ആണ്. Then ml square t raised to -3 ആണ് പവറിന്റെ ഡയമെൻഷൻ. ഓക്കെ, അതുപോലെ തന്നെ യൂണിറ്റ് എന്താണ് വരുന്നത്? കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -3 ആണ്. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെയിം ഡയമെൻഷൻ തന്നെ എഴുതാം. അപ്പൊ ഇക്വേഷൻ ഓർത്തിരിക്കുക. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. ദാറ്റ് ഈസ് m L സ്ക്വയർ ടി റേസ് ടു -3 ആണ്. അപ്പൊ ഇത്രയും ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി വരുന്ന പുതിയ ക്വാണ്ടിറ്റീസ് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നെക്സ്റ്റ് വി ഹാവ്
വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫോർ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന് ചോദിച്ചു കാണാറുള്ളതാണ്. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് നോ ഡയമെൻഷൻ ആൻഡ് നോ യൂണിറ്റ്. അതായത് ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഡയമെൻഷൻ ഉണ്ടാവില്ല, യൂണിറ്റ് ഉണ്ടാവില്ല. അങ്ങനത്തെ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ സ്ട്രെയിനിന്റെ കേസ് നോക്കി നോക്കൂ. സ്ട്രെയിനിന്റെ ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ് അല്ലെ. സോ എൽ ബൈ എൽ ആണ്. സോ പവർ എന്തായിട്ട് മാറും? എൽ റേസ് ടു 0 ആണ്. സോ ദാറ്റ് മീൻസ് സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ് ആൻഡ് നോ ഡയമെൻഷൻ. അതുപോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെ കാണാം? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. സോ ദാറ്റ് ഈസ് എം എൽ റേസ് ടു -3 ഡിവൈഡ് ബൈ എം എൽ റേസ് ടു -3 ആണ്. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡയമെൻഷൻ എന്താണ്? 0 ആണ് വരുന്നത്. സോ സ്ട്രെയിൻ ആൻഡ് റിലേറ്റീവ് ഡെൻസിറ്റി ആർ ഹാവിംഗ് നോ ഡയമെൻഷൻ ആൻഡ് നോ യൂണിറ്റ് ആണ്. അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് യൂണിറ്റ്സ് ബട്ട് നോ ഡയമെൻഷൻ. യൂണിറ്റ് ഉണ്ടാവും പക്ഷെ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, അതുപോലെ തന്നെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ദേ ഹാവ് യൂണിറ്റ്സ് ബട്ട് നോ ഡയമെൻഷൻ. നമ്മൾ കണ്ടതാണ് അല്ലെ. പ്ലെയിൻ ആംഗിളിനും സോളിഡ് ആംഗിളിനും എല്ലാം എന്തുണ്ടായിരുന്നു? യൂണിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവയ്ക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. അത്തരം ക്വാണ്ടിറ്റീസ് ആണ് പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ ആൻഡ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. Next question is find the dimensional formula of gravitational constant using the equation F is equal to gm1 m2 by r square. So here we have to find the dimensional formula of gravitational constant using the equation F is equal to gm1 m2 by r square. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കാണാൻ പറഞ്ഞാൽ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഡയമെൻഷൻ കാണാൻ അറിയാമെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനകത്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഏത് ക്വാണ്ടിറ്റിയാണോ കാണേണ്ടത് അതിനെ LHSൽ എഴുതുക. ദെൻ അതിൻ്റെ ഡയമെൻഷൻ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഇതൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ കാണുക? അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ F is equal to gm1 m2 by r square എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കാണേണ്ട ഇക്വേഷൻ എന്തിൻ്റെയാണ്? G ആണ് അല്ലെ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ G ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? F into r square is equal to gm1 m2 എന്ന് വരും. സോ G will be equal to FR square by m1 m2. ഇനി വളരെ എളുപ്പമാണ്. ഗ്രാവിറ്റേഷൻ്റെ അതായത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷനാണ് കാണേണ്ടതെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് സെപ്പറേറ്റ് ആയിട്ട് കാണാം. So that is F into dimension of F into dimension of R square by dimension of M1 into dimension of M2 കണ്ടാൽ മതി. ഇനി ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? ML T raised to -2 ആണ്. ദെൻ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ആണ്. സോ എൽ സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ മാസ് ആണ്. സോ എം ഇൻറ്റു എം. ഇനി അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ എന്ത് കിട്ടും? ML T raised to -2 എൽ സ്ക്വയർ. എം ഇൻറ്റു എം എന്ന് പറയുന്നതിന് എന്ത് എഴുതാം? എം സ്ക്വയർ. അതായത് മുകളിലേക്ക് വരുമ്പോൾ അത് -2 ആയിട്ട് മാറും. So the equation becomes m raised to -1 L cube T raised to -2. അപ്പോൾ അതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ. വളരെ ഈസി അല്ലേ ചെയ്യാൻ? The next question is find the dimensional formula of Planck's constant using the equation lambda is equal to h by mv. So ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ lambda is equal to h by mv ആണ്. Here we have to find the dimensional formula of Planck's constant. ഓക്കെ, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എച്ചിൻ്റെ ഡയമെൻഷൻ എങ്ങനെ കാണാം? അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാമല്ലോ. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എം വി എന്ന് വരും അല്ലേ. സോ ലാംഡ എം വി എന്നുള്ളതിന് ഓരോന്നിൻ്റെയും ഡയമെൻഷൻസ് സെപ്പറേറ്റ് കാണാം. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എച്ച് വിൽ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ലാംഡ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് എം ഇൻറ്റു ഡയമെൻഷൻ ഓഫ് വി എന്ന് എഴുതാം. ലാംഡ എന്ന് പറയുന്നത് എന്താണ്? വേവ് ലെങ്ത് ആണ്. സോ ദാറ്റ് ഈസ് എ ലെങ്ത്. സോ എൽ എന്ന് എഴുതാം അല്ലേ. ഇനി എമ്മിന് പകരം എം എന്ന് എഴുതാം. വെലോസിറ്റിക്ക് എൽ ടി റേസ് ടു -1 എന്ന് എഴുതാം. ഇനി എന്താണ് ഇക്വേഷൻ കിട്ടുന്നത്? എം ദെൻ എല്ലിൻ്റെ പവർ എൽ ഇൻറ്റു എൽ എൽ സ്ക്വയർ ദെൻ ടി റേസ് ടു -1. അപ്പോൾ അതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ. ദാറ്റ് ഈസ് എം എൽ സ്ക്വയർ ടി റേസ് ടു -1 എന്നുള്ളതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതായത് നെയിം ആൻഡ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ യൂസ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. അതായത് ഒരു ഇക്വേഷൻ തന്നിട്ട് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണുന്നതാണ്. അതിൻ്റെ ഡെഫിനിഷനും പഠിച്ചിരിക്കണം. എങ്ങനെയാണ് ആ പ്രിൻസിപ്പിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ നെയിം ആൻഡ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻസ് ആണ്. അപ്പോൾ അതും ചോദിക്കാറുണ്ട് ഏത് പ്രിൻസിപ്പിളാണ്. അപ്പോൾ എന്ത് പറഞ്ഞാൽ മതി? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻസ് ആണ്. ഇനി ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഫോർ എൻ ഇക്വേഷൻ ടു ബി കറക്റ്റ് ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേംസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ മസ്റ്റ് ബി ദ സെയിം.
അതായത് ഇപ്പോൾ ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഇക്വേഷനിൽ 3 ടേംസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ, ഇപ്പോൾ LHS ഒരു ടേമും RHS 2 ടേമും ആണെന്നുണ്ടെങ്കിൽ LHS ഒരു ടേം RHS ഓരോ ടേമിനെയും എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഡയമെൻഷൻസ് കണ്ടാൽ അവ സെയിം ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ അത്തരം കേസസിൽ നമുക്ക് എന്താണ്, എല്ലാറ്റിലും സെയിം ഡയമെൻഷനാണ് വരുന്നതെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യേണ്ടതെന്നൊന്ന് പറയാം. ഫോർ എൻ ഇക്വേഷൻ ടു ബി കറക്റ്റ്, ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേംസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ മസ്റ്റ് ബി ദ സെയിം. അല്ലെങ്കിൽ എന്ത് പറയാം, ഡയമെൻഷൻസ് ഓഫ് LHS ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS എന്ന് പറയാം. RHSൻ്റെ സെപ്പറേറ്റ് അല്ല, അതായത് ഒരുമിച്ചുള്ള ഡയമെൻഷൻ അല്ല കാണേണ്ടത്, സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോരോ ടേംസിൻ്റെ ഡയമെൻഷൻസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ എളുപ്പമാണല്ലോ അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡയമെൻഷൻ ഓഫ് LHS ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS എന്നുള്ളതും കൂടി നോർത്തിരുന്നാൽ മതി. അപ്പോൾ എങ്ങനെ എഴുതാം, ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. For an equation to be correct, the dimensions of each term on both sides of the equation must be the same. അതായത് ഒരു ഇക്വേഷനിലുള്ള രണ്ട് സൈഡിൽ LHSലും RHSലും ഉള്ള ഓരോ ടേമിന്റെയും ഡയമെൻഷൻ എന്തായിരിക്കണം, സെപ്പറേറ്റ്ലി ഈക്വൽ ആയിരിക്കണം. സോ ഫോർ an equation to be correct, the dimensions of each term on both sides of the equation must be the same. Otherwise we can say that the magnitude of physical quantities may be added or subtracted only if they have same dimensions. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ആ ക്വാണ്ടിറ്റീസിന് സെയിം ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവ നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റില്ല. അപ്പൊ അതും എഴുതാം. സോ otherwise we can say that the magnitude of physical quantities may be added or subtracted only if they have the same dimensions. Clear? The next question is, using the method of dimension, check whether the equation is dimensionally correct or not. അപ്പോൾ dimensionally correct ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. S is equal to ut plus half AT എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ക്വാണ്ടിറ്റീസ് എന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലെ. U എന്ന് പറയുന്നത് എന്താണ്, S ഇനീഷ്യൽ വെലോസിറ്റി ആണ്, then A ആക്സിലറേഷൻ ആണ്, S is the displacement and T is time. ഇനി എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ കറക്റ്റ് ആണോ, അതായത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പൊ S is equal to ut plus half AT square എന്ന് പറയുന്നതിൽ 3 ടേംസ് ഉണ്ട്. സോ എസിന്റെ ഡയമെൻഷൻ കാണണം, യുടിയുടെ ഡയമെൻഷൻ കാണണം, ഹാഫ് ATയുടെ ഡയമെൻഷൻ കാണണം. ഇവ മൂന്നും സെയിം ആണ് കിട്ടുന്നതെങ്കിൽ അതെന്തായിരിക്കും, ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. അപ്പൊ എങ്ങനെ കാണാം, S is equal to ut plus half AT എന്നുള്ളതിൽ എസിന്റെ ഡയമെൻഷൻ എന്താണ്, ഡിസ്റ്റൻസ് ആണ് അല്ലെ. സോ L ആണ്. ദെൻ ut എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. സോ LT raised to -1 ഇൻറ്റു T. സോ L ആണ് അല്ലെ. T and T will get cancelled. Then ഹാഫ് AT. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഹാഫ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന് ഡയമെൻഷൻ ഉണ്ടോ, ഇല്ല. അപ്പൊ അതിന്റെ ഡയമെൻഷൻ നോക്കേണ്ട കാര്യമില്ല. A ഇൻറ്റു T, ആക്സലറേഷൻ ഇൻറ്റു ടൈം ആണ്. സോ LT raised to -2 ഇൻറ്റു T എന്ന് എഴുതാം. സോ ഹിയർ വി ഹാവ് LT raised to -1. അപ്പൊ അതാണ് അതായത് 3 ടേമിന്റെയും ഡയമെൻഷൻസ് കിട്ടിയത്. അപ്പൊ നമുക്ക് എങ്ങനെ വരുന്നത് നോക്കി നോക്കൂ. എസിന്റെ ഡയമെൻഷൻ L ആണ്. ദെൻ UT ഈസ് ഓൾസോ L. പക്ഷെ ഹാഫ് AT എന്ന് പറയുന്നത് എത്രയാണ്, LT raised to -1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തല്ല, ഡയമെൻഷൻസ് സെയിം അല്ല. സോ എങ്ങനെ എഴുതാം, since the dimensions of all terms are not same, the equation is not correct അല്ലെ. ആ ഇക്വേഷൻ എന്തായിരിക്കില്ല, കറക്റ്റ് ആയിരിക്കില്ല. Now we have another question. Using the method of dimension, check whether the equation is dimensionally correct or not. അപ്പോൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. The question is S is equal to ut plus half AT square. അപ്പോൾ ഇക്വേഷൻ തന്നിട്ടുള്ളത് S is equal to ut plus half AT square ആണ്. അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത് യൂസിങ് ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻ. അതിൽ ടേംസ് ഏതൊക്കെയാണ്, S ഡിസ്പ്ലേസ്മെന്റ്, U ഇനീഷ്യൽ വെലോസിറ്റി, A ആക്സിലറേഷൻ ആൻഡ് T ഈസ് ടൈം. അപ്പൊ എങ്ങനെയാണ് കാണേണ്ടത്, ഓരോ ടേമിന്റെയും ഡയമെൻഷൻസ് എന്താണോ നോക്കണം, സെയിം ആണോ നോക്കണം. സോ എസിന്റെ ഡയമെൻഷൻ കാണണം, യുടിയുടെ ഡയമെൻഷൻ കാണണം, ഹാഫ് AT സ്ക്വയറിന്റെ ഡയമെൻഷൻ കാണണം. ഇവ മൂന്നും സെപ്പറേറ്റ്ലി എന്തായിരിക്കണം, കണ്ടതിന് ശേഷം അവ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് ഇക്വേഷൻ എന്തായിരിക്കും, ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് എങ്ങനെ എഴുതാം, ഡയമെൻഷൻ ഓഫ് എസ് കാണാം, ദെൻ ഡയമെൻഷൻ ഓഫ് UT, ഡയമെൻഷൻ ഓഫ് ഹാഫ് AT സ്ക്വയർ ഒന്ന് കണ്ടു നോക്കാം. വാട്ട് അബൌട്ട് ഡയമെൻഷൻ ഓഫ് എസ്, എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു L. അപ്പൊ എങ്ങനെ എഴുതാം, ഡയമെൻഷൻ ഓഫ് എസ് L എന്നാണ് കിട്ടിയത്. ഇനി യുടിയുടെ ഡയമെൻഷൻ എങ്ങനെ കാണാം, യു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. സോ വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT raised to -1 ആണ് ഇൻറ്റു ടൈം T. ഓക്കെ, സോ ദാറ്റ്
that is also again L. ഇനി ഹാഫ് എ ടി സ്ക്വയർ എങ്ങനെ കാണാം നോക്കി നോക്കൂ. ഹാഫിന് ഡയമെൻഷൻ ഇല്ല, ശ്രദ്ധിക്കുക കോൺസ്റ്റൻസിന് ഡയമെൻഷൻ ഇല്ല. ദെൻ എ ഇൻറ്റു ടി സ്ക്വയർ ആണ് കാണേണ്ടത്. എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്, ദാറ്റ് ഈസ് എൽ ടി റേസ് ടു -2 ഇൻറ്റു ടി സ്ക്വയർ എന്ന് വരും. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. എൽ ടി റേസ് ടു -2 + 2 ആണ്, അത് രണ്ടും 0 ആയി പോയി. സോ ദ ഡയമെൻഷൻ ഓഫ് ഹാഫ് എ ടി സ്ക്വയർ ഈസ് എൽ. ഇനി 3 ടേംസ് നോക്കി നോക്കൂ, അതിന്റെ ഡയമെൻഷൻസ് എന്താ വരുന്നത്, സെയിം ആണ്. സോ നമ്മൾ എഴുതുമ്പോൾ അതിന്റെ റീസൺ ഒന്ന് എഴുതി വെക്കാം. സിൻസ് the dimensions of all terms on both sides are same, the equation is dimensionally correct എന്നുള്ളത് എഴുതണം. Since the dimensions of all terms on both sides are same, the equation is dimensionally correct. Now we can move to the next question. Same type of question തന്നെയാണ്. Using the method of dimension, check whether the equation is dimensionally correct or not. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ടൈപ്പിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നുകൊണ്ട് നിങ്ങളോട് അതിന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കാം. ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ എന്താണ്, ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എച്ച് ആണ്. അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ്. എം ജി എച്ച് എന്ന് പറയുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ്. അപ്പോൾ എല്ലാ എനർജിക്കും എന്തായിരിക്കും, സെയിം മീൻസ് ഡയമെൻഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഇവിടെ സ്റ്റെപ്പ് എഴുതണം. അതായത് ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഡയമെൻഷൻ എങ്ങനെ കാണാൻ പറ്റും, എം ഇൻറ്റു ദെൻ വി സ്ക്വയർ ആണ്, എൽ ടി റേസ് ടു -1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്ന് കിട്ടി. ഇനി എം ജി എച്ചില് ജി എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ അവിടെയും നമ്മൾ ആക്സിലറേഷന്റെ ഡയമെൻഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. അപ്പൊ എങ്ങനെ വരും, എമ്മിന് പകരം എം എന്ന് എഴുതാം. G L T raised to -2 ആണ്. Then H is L. So M L square T raised to -2 തന്നെയാണ് എന്ത് വരുന്നത്, പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയമെൻഷൻ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, അതായത് the dimensions of LHS and RHS are same. The equation, hence the equation is dimensionally correct എന്ന് പറയാം. ഇവിടെ നമ്മൾ LHS-ലും RHS-ലും ഓരോ ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് LHS is equal to RHS എന്നുള്ളത് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയാം. Next question is, check the dimensional correctness of the equation E is equal to mc square. വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് E is equal to mc square. അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ E is the energy, M is mass and C is velocity of light. അപ്പൊ എങ്ങനെ കാണാൻ പറ്റും, E is equal to mc square ആണ്. അപ്പോൾ ഇയുടെ ഡയമെൻഷൻ കാണുക, mc സ്ക്വയറിന്റെ ഡയമെൻഷൻ കാണുക, ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ചെയ്ത് നോക്കാലോ. എനർജിയുടെ ഡയമെൻഷൻ എന്താണ്, യെസ്, എല്ലാ എനർജിയുടെയും ഡയമെൻഷൻ സെയിം ആയിരിക്കും. എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. ദെൻ എം സി സ്ക്വയർ, എം എന്ന് പറയുന്നത് എന്താണ്, മാസ് ആണ്. സോ എം ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അപ്പൊ നമുക്ക് വെലോസിറ്റിയുടെ ഡയമെൻഷൻ തന്നെ എഴുതിയാൽ മതി. എൽ ടി റേസ് ടു -1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ ദ ഇക്വേഷൻ ബിക്കംസ് എം എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ ഇവിടെ കിട്ടുന്നത് എങ്ങനെയാണ്, എം എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്നുള്ളത് തന്നെയാണ് ഇയുടെ ഡയമെൻഷനും അതുപോലെ തന്നെ എം സി സ്ക്വയറിന്റെ ഡയമെൻഷനും. സോ എന്ത് പറയാൻ പറ്റും, യെസ്, this equation is dimensionally correct because the dimensions of LHS and RHS are same, therefore the equation is dimensionally correct എന്ന് പറയാൻ പറ്റും. Okay, next we have, in the given equation b is equal to x plus 80, find the dimension of x. അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് b is equal to x plus 80 എന്ന് പറയുന്നത്. ഇതില് എക്സിന്റെ ഡയമെൻഷൻ എങ്ങനെ കാണാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. In the given equation b is equal to x plus 80, find the dimensions of x. അപ്പൊ എങ്ങനെ കാണാൻ പറ്റും, b is equal to x plus 80 ആണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും, ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം ബിയുടെ ഡയമെൻഷനും എക്സിന്റെ ഡയമെൻഷനും 80യുടെ ഡയമെൻഷനും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. സോ ദാറ്റ് കണ്ടീഷൻ വി ക്യാൻ റൈറ്റ് ഹിയർ, ദാറ്റ് ഈസ് b is equal to, that means dimension of b is equal to dimension of x is equal to dimension of 80 എന്ന് എഴുതാം. ഇനി നമുക്ക് കാണേണ്ടത് എന്തിന്റെ ഡയമെൻഷൻ ആണ്, എക്സിന്റെ ഡയമെൻഷൻ ആണ്. അപ്പൊ എക്സ് വരുന്ന ടേം ഒന്ന് എടുക്കാം. ഇവിടെ ഏതാണ്, എക്സ് is equal to, ഈ എക്സ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഈക്വൽ ആണ്, വിക്ക് ഈക്വൽ ആണ്, 80ക്ക് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഇക്വേറ്റ് ചെയ്യാം. അതായത് എക്സ് is equal to v എന്ന് ചെയ്തൂടെ, അതായത് വെലോസിറ്റി ആണ് v എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്താണ്, എൽ ടി റേസ് ടു -1 ആണ്. ക്ലിയർ?
Now we have another question. In the given equation x is equal to a plus bt plus ct square, find the dimensions of a, b and c, where x is in meters and t is in seconds. അതായത് x is equal to a plus bt plus ct സ്ക്വയറിനകത്ത് എ ബി സി ഇവയുടെ ഡയമെൻഷൻസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ്? എക്സ് മീറ്ററിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടി എന്ന് പറഞ്ഞാൽ സെക്കൻഡിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എക്സ് മീറ്ററിലാണെങ്കിൽ എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കില്ലേ? അപ്പൊ ഡയമെൻഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എല്ലിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്. ഓക്കെ, സെക്കൻഡ്സിലാണ് തന്നിട്ടുള്ളത്. ഇനി കാണേണ്ടത് എ ബി സി ഇവയുടെ ഡയമെൻഷൻസ് ആണ് കാണേണ്ടത്. ഇപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഡയമെൻഷൻസ് കാണുന്നുണ്ടെങ്കിൽ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ ഈ ഇക്വേഷനകത്ത് ഓരോ ടേമിന്റെയും ഡയമെൻഷൻസ് എന്തായിരിക്കും? സെപ്പറേറ്റ്ലി ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സോ എക്സ് ഡയമെൻഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി ദാറ്റ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി ടി സ്ക്വയർ എന്ന് എഴുതാം. ഇനി എയുടെ ഡയമെൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എ വരുന്ന ടേം എടുത്ത് എഴുതാലോ. അതിന് എന്തുകൊണ്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? എക്സ് അല്ലേ നമുക്ക് അറിയാവുന്ന ടേം. സോ എക്സിനോട് ഇക്വേറ്റ് ചെയ്യാലോ. എ ഇസ് ഈക്വൽ ടു എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് മീറ്ററിലാണെന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് ലെങ്ത്. അപ്പൊ എന്താ എഴുതാം? എ ഇസ് ഈക്വൽ ടു എൽ എന്ന് എഴുതാം. അപ്പൊ ഫസ്റ്റ് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്, എ ഇസ് ഈക്വൽ ടു എൽ ആണ്. നെക്സ്റ്റ് കേസ് എന്താണ്? ബി ആണ് കാണേണ്ടത്. അപ്പൊ ബി വരുന്ന ടേം ഏതാണ്? ബി ടി അല്ലേ. സോ അതിനെ നമുക്ക് എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം? എക്സിനോട് ഇക്വേറ്റ് ചെയ്യാലോ. ബി ടി ഇസ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ ബി ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു എക്സിന് പകരം എൽ എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ബി ഇസ് ഈക്വൽ ടു എൽ ബൈ യെസ് ടി എന്ന് എഴുതാം. ഓക്കെ, സോ ബി വിൽ ബി ഈക്വൽ ടു എൽ ടി റേസ് ടു -1 ആണ്. ദെൻ ലാസ്റ്റ് വൺ സി ടി സ്ക്വയർ ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എക്സ് അല്ലേ. സോ എൽ സി ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ സി ഇൻറ്റു യെസ് ടി സ്ക്വയർ സെപ്പറേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ആണ്. ഇനി ഇവിടെ നമുക്ക് കാണേണ്ടത് സി അല്ലേ. സി വിൽ ബി ഈക്വൽ ടു എൽ ബൈ ടി സ്ക്വയർ എന്ന് എഴുതാലോ. സോ എൽ ടി റേസ് ടു -2 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് കിട്ടിയത് ഏതൊക്കെയാണ്? എ ഇസ് എൽ ആൻഡ് ബി ഇസ് എൽ ടി റേസ് ടു -1 ആൻഡ് സി ഇസ് എൽ ടി റേസ് ടു -2. Next question is the van der Waals equation of n moles of a real gas is P plus A by V square into V minus B that is equal to nRT, where P is the pressure, V is the volume and T is absolute temperature. R is the molar gas constant and A, B, C are van der Waals constants. Find the dimensional formula for A and B. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? വാൻ ഡർ വാൾസ് ഇക്വേഷൻ ആണ്. അതായത് n മോൾസ് ഓഫ് റിയൽ ഗ്യാസിന്റെ വാൻ ഡർ വാൾസ് ഇക്വേഷൻ ആണ് P പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈസ് ഈക്വൽ ടു nRT എന്ന് പറയുന്നത്. അവിടെ P പ്രഷർ ആണ്, V is the volume, T is absolute temperature and R is molar gas constant. A, B, C എന്ന് പറയുന്നത് വാൻ ഡർ വാൾസ് കോൺസ്റ്റന്റ്സ് ആണ്. നമുക്ക് കാണേണ്ടത് ഈ വാൻ ഡർ വാൾസ് കോൺസ്റ്റന്റ്സ് എ ബി സിയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ് കാണേണ്ടത്. അപ്പോ ഇവിടെ ഏത് പ്രിൻസിപ്പിൾ ആണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? യെസ്, നമുക്ക് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ തന്നെ അപ്ലൈ ചെയ്യാം. അതായത് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ദ ഇക്വേഷൻസ് വിത്ത് സെയിം ഡയമെൻഷൻസ് ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. അതായത് ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ സെയിം ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസിനെ മാത്രമാണ് നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ. അത് നമ്മൾ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിരുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ ഒരു ടേമിനെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് പി പ്ലസ് എ ബൈ വി സ്ക്വയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വി മൈനസ് ബി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കേസിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പി പ്ലസ് എ ബൈ വി സ്ക്വയർ എന്ന് എഴുതണമെങ്കിൽ പിയുടെ ഡയമെൻഷനും എ ബൈ വി സ്ക്വയറിന്റെ ഡയമെൻഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതുപോലെ ബിയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിയുടെ ഡയമെൻഷനും ബിയുടെ ഡയമെൻഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ അതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ് നമ്മൾ ചെയ്യുന്നത്. ദ ഇക്വേഷൻ ഓർ ദ ക്വാണ്ടിറ്റീസ് വിത്ത് സെയിം ഡയമെൻഷൻസ് ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. അപ്പൊ എങ്ങനെ എഴുതാം? പി ഈസ് ഈക്വൽ ടു യെസ് ഇവിടെ പി പ്ലസ് എ ബൈ വി സ്ക്വയർ ആണ് അല്ലെ. സോ ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു എ ബൈ വി സ്ക്വയർ ആയിരിക്കും. പിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എ ബൈ വി സ്ക്വയറിന്റെ ഡയമെൻഷന് ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് എ എങ്ങനെ കാണാൻ പറ്റും? എ എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. പി ഇൻറ്റു വി സ്ക്വയർ ആണ്. ഇവിടെ പി എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്. പ്രഷറിന്റെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 ആണ്. ഒരിക്കലും ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് ബൈ ഹാർട്ട് ചെയ്യരുത്. ഇക്വേഷൻ പഠിച്ചിട്ട് പോവുക. ഇക്വേഷനിൽ നിന്ന് എങ്ങനെയാണ് ഡയമെൻഷൻ എഴുതുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റീസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബൈ ഹാർട്ട് ചെയ്യരുത്. നമുക്ക് പി ഓൾറെഡി നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 ആണ്. ദെൻ വി എന്ന് പറഞ്ഞാൽ ഇവിടെ വോളിയാണ്. വോളിയത്തിന്റെ സ്ക്വയർ എത്രയായിരിക്കും? എൽ ക്യൂബിന്റെ സ്ക്വയർ. സോ എൽ റേസ് ടു 6 എന്ന് വരും. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എന്ത് കിട്ടും? എം എൽ റേസ് ടു 5 ടി റേസ് ടു -2 എന്ന് കിട്ടി. അതാണ് ദ
ഡയമെൻഷൻ ഓഫ് എ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ഡയമെൻഷൻ ഓഫ് ബി ആണ്. അപ്പൊ ഇവിടെ ബി വരുന്ന ടേം ഏതാണ് നോക്കാം. ബി മൈനസ് ബി ആണ് അല്ലെ ഉള്ളത്. അപ്പൊ ബിയിൽ നിന്ന് ബി മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിയും ബിയും എന്തായിരിക്കണം? സെയിം ഡയമെൻഷൻ ആയിരിക്കണ്ടേ. അപ്പൊ എങ്ങനെ എഴുതാം? ബി ഈസ് ഈക്വൽ ടു വി ആണ്, അതായത് വോളിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? യെസ്, എൽ ക്യൂബിന് ഈക്വൽ ആയിരിക്കണം. The next question is derive the equation for kinetic energy E of a body of mass m moving with velocity v. So here we have to derive the equation for kinetic energy of a body. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? മാസ് m, then velocity v. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ സിമിലർ ആയിട്ടുള്ള പ്രൊസീജിയർ ആയിരിക്കും നമ്മൾ ഏത് ഇക്വേഷൻ ചോദിച്ചാലും ഫോളോ ചെയ്യുന്ന. അപ്പോൾ ഒരെണ്ണം കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും അതേ ഓർഡറിലായിരിക്കും നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യുന്നത്. അതായത് ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? ഏത് ക്വാണ്ടിറ്റി ആണോ നമുക്ക് കാണാനുള്ളത് അതിനെ LHS എഴുതാം. അതായത് ഇവിടെ കൈനറ്റിക് എനർജിയാണ്. അപ്പൊ അതിനെ E എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തിനൊക്കെയാണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്? അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? മാസ്, വെലോസിറ്റിയാണ്. അപ്പോൾ mv എഴുതാം. ഇനി എമ്മിന്റെയും വിയുടെയും ഡയമെൻഷൻ നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ പവേഴ്സ് നമുക്ക് XY എന്ന് എടുക്കാം. അത് അൺനോൺ ആണ്. അതുകൊണ്ട് XY എന്ന് എഴുതാം. എന്നിട്ട് അത് നമുക്കൊന്ന് കണ്ടെത്തണം. എക്സും വൈയും നമുക്ക് എത്രയാണെന്നുള്ളത് നോക്കണം. ഓക്കെ, ഇനി അതിന് നമുക്കൊന്ന് ഇക്വേഷൻ ആക്കി എഴുതണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ആണ് എഴുതിയിട്ടുള്ളത്, അത് മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഈസ് ഈക്വൽ ടു k ഇൻറ്റു m റൈസ് ടു x v റൈസ് ടു y എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ചെയ്യേണ്ടത് ഓരോ ടേമിന്റെയും ഡയമെൻഷൻസ് ഒന്ന് എഴുതണം. അതായത് ഇ എന്ന് പറഞ്ഞ എനർജിയാണ്. അപ്പൊ ഇങ്ങനെ എഴുതാം, ml² t റൈസ് ടു -1 ആണ്. ഇനി കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഇനി മാസിന്റെ ഡയമെൻഷൻ എന്താണ്? m ആണ്. അതിന്റെ പവർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? x ആണ്. സോ m റേസ് ടു x എന്ന് എഴുതാം. അടുത്തത് വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT റേസ് ടു -1 ആണ്. ദെൻ ഹോൾ റേസ് ടു y ആണ് പവർ. അപ്പൊ ഈ പവേഴ്സ് ആണ് അതിന്റെ ഡയമെൻഷൻസ് അല്ലെ. അപ്പൊ നമുക്ക് ഡയമെൻഷൻസ് കണ്ടെത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് ml² t റേസ് ടു -2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? m റേസ് ടു x. എല്ലിന്റെ പവേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? L റേസ് ടു y, t റേസ് ടു -y ആണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് പവേഴ്സിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. അതായത് ഡയമെൻഷൻസ്, ഇക്വേറ്റിംഗ് ദ ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ നമുക്കറിയാം എക്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? LHSലും RHSലുള്ള ഡയമെൻഷൻസ് സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ m റേസ് ടു x എന്ന് പറയുന്നതാണ് എന്ത്? RHSൽ വരുന്ന മാസിന്റെ ഡയമെൻഷൻ. ഇനി അതേ വാല്യൂ തന്നെ ആയിരിക്കില്ല LHSൽ കിട്ടുന്നത്. അതായത് എക്സ് എന്ന് പറയുന്നത് 1ന് ഈക്വൽ ആയിരിക്കും, എമ്മിന്റെ പവേഴ്സ് ഈക്വൽ ആയിരിക്കും, അതേപോലെ തന്നെ എല്ലിന്റെ പവേഴ്സും ടിയുടെ പവേഴ്സും ഈക്വൽ ആയിരിക്കും. അവ എന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ y, അതായത് എല്ലിന്റെ പവർ ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? y is equal to 2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എക്സും വൈയും കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? E is equal to k ഇൻറ്റു m റേസ് ടു x v റേസ് ടു y ആണ്. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുക്കാം, വൈക്ക് പകരം എന്ത് എഴുതാം? 2 എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറി? E is equal to k ഇൻറ്റു m റേസ് ടു 1 v സ്ക്വയർ എന്ന് എഴുതാം. ഓർ E is equal to k ഇൻറ്റു m v സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് the equation for kinetic energy of a body of mass m moving with velocity v. ഇനി k എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന് നമ്മൾ സാധാരണ ഏത് വാല്യൂ ആണ് കൊടുക്കാറുള്ളത്? ഹാഫ് ആണ്. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് കോൺസ്റ്റന്റ് മാത്രം എഴുതിയിട്ട് ഇത്രയും ചെയ്താൽ മതി. നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ തന്നിട്ടുള്ള ഏത് ഇക്വേഷൻ ആണോ കാണേണ്ടത് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഒന്ന് പവർ ആക്കിയിട്ട് എഴുതുക. ഓക്കെ, അതായത് ഡയമെൻഷൻസ് ആണ് നമുക്ക് അവിടെ കാണേണ്ടത്. അപ്പൊ അതിനെ പവർ ആക്കിയിട്ട് XY എന്ന് റെപ്രസെന്റ് ചെയ്തു. എന്നിട്ട് അതിനെ ഇക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ഓരോന്നിന്റെയും ഡയമെൻഷൻസ് എഴുതുക. ഓക്കെ, ഓരോ ടേമിന്റെയും ഡയമെൻഷൻസ് എഴുതി പവേഴ്സ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പവേഴ്സ് ഒന്ന് ഇക്വേറ്റ് ചെയ്യുക. അതായത് എക്സിലുള്ള പവർ ഇക്വേറ്റ് ചെയ്യുക, വൈയുടെ പവർ ഇക്വേറ്റ് ചെയ്യുക, സെഡിന്റെ പവർ. അപ്പൊ നമുക്ക് എക്സും വൈയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനകത്ത് പവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് E is equal to k ഇൻറ്റു m റേസ് ടു 1 v സ്ക്വയർ എന്ന് വരും. അതായത് E is equal to k ഇൻറ്റു m v സ്ക്വയർ എന്നുള്ളതാണ് ഇക്വേഷൻ. Now we can move to the next question. The question is, suppose that the period of oscillation of a simple pendulum depends on its mass of the bob m, length L, and acceleration due to gravity g. Derive the expression for its time period using the method of dimensions. The question എന്താ തന്നിട്ടുള്ളത്?
ടൈം പീരീഡ്, അതായത് പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം എന്തൊക്കെ ക്വാണ്ടിറ്റീസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസ്, ലെങ്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, 3 ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത് എന്താണ്? എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം, അതായത് സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം? യൂസിങ് ഡയമെൻഷൻസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, അതേ പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് കാണാനുള്ള ക്വാണ്ടിറ്റിനെ LHS എഴുതാം. ദാറ്റ് ഈസ് ടൈം പീരീഡ് ആണ്. അപ്പൊ അതിനെ T എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തൊക്കെ ക്വാണ്ടിറ്റീസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസ് ഓഫ് ദ ബോബിനെ M എന്ന് എഴുതാം, ലെങ്ത് L ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G. അപ്പൊ 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ദാറ്റ് ഈസ് T is proportional to എങ്ങനെ എഴുതാം? M അതേപോലെ L, G ആണ്. അവയുടെ പവേഴ്സ് നമുക്ക് ഏതെങ്കിലും അൺനോൺ ക്വാണ്ടിറ്റീസ് ആയിട്ട് എഴുതാം. X, Y, Z എന്ന് കൊടുക്കാം. So T is proportional to M raised to X, L raised to Y and G raised to Z ആണ്. ഇനി അതിനൊന്ന് ഇക്വേഷൻ ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം? T is equal to K into M raised to X, V raised to Y and G raised to Z എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? Yes, we can write the dimensions on both sides. അപ്പൊ എന്ത് കിട്ടും? ടിയുടെ ഡയമെൻഷൻ എന്താണ്? M0, L0, T raised to 1 ആണ്. Then K ഡയമെൻഷൻ ഇല്ല. ഓക്കെ, എമ്മിന്റെ ഡയമെൻഷൻ ഇവിടെ എന്താണ്? X ആണ്. Then Lന്റെ ഡയമെൻഷൻ Y. Then G എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ ദാറ്റ് ആക്സിലറേഷന്റെ ഡയമെൻഷൻ ആണ് എഴുതേണ്ടത്. സോ LT raised to -2 whole raised to Z എന്ന് എഴുതാം. ഇനി അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പൊ എന്ത് വരും? M0, L0, T raised to 1. LHSന് മാറ്റം വരുന്നില്ല. ഇനി ബാക്കി വരുന്നത് എമ്മിന്റെ പവർ എന്താണ്? X ആണ്. L ഇവിടെ Y വരുന്നുണ്ട്. ദെൻ അടുത്തത് എന്തുണ്ട്? L raised to Z ഉം വരുന്നുണ്ട് അല്ലെ? സോ L raised to Y plus Z ആണ് Lന്റെ പവർ വരുന്നത്. ദെൻ ടിയുടെ പവർ T raised to -2 Z എന്ന് വരുന്നുണ്ട്. അപ്പൊ ആ ഇക്വേഷൻ എന്തായി മാറി? M0, L0, T raised to 1 is equal to M raised to X, L raised to Y plus Z, T raised to -2Z എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം? ഡയമെൻഷൻസ് ഒന്ന് ഇക്വേറ്റ് ചെയ്യണം. അതായത് ബോത്ത് സൈഡ്സിൽ ഉണ്ടാവുന്ന ഡയമെൻഷൻസ് ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പോ എമ്മിന്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 is equal to X എന്ന് കിട്ടും, ഓർ X is equal to 0 എന്ന് എഴുതാം അല്ലെ? വൈയുടെ പവേഴ്സ് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? സോറി, Lന്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? Y plus Z is equal to 0 ആണ്. ഓക്കെ, Y plus Z 0 ആണ്. അടുത്ത കേസിൽ ടിയുടെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. അതായത് -2Z is equal to 1 ആണ്. അങ്ങനെയാണെങ്കിൽ Z എന്ന് പറയുന്നത് -1/2 ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് Xന്റെ വാല്യൂ 0 എന്ന് കിട്ടിയിട്ടുണ്ട്, Z -1/2 ആണ്. ഇനി Y ആണ് കാണേണ്ടത്. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കാലോ. Y plus Z is equal to 0 അല്ലെ? അപ്പോ Y plus Z ന്റെ വാല്യൂ എത്രയാണ്? -1/2 is equal to 0. So Y will be equal to 1/2. അപ്പൊ 3 വാല്യൂസും കിട്ടിയിട്ടുണ്ട്. X is 0, Y is 1/2 and Z is -1/2. ഫസ്റ്റ് ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്തായി മാറും ഇക്വേഷൻ? T is equal to K into M raised to X ന് പകരം 0 കൊടുക്കാം. Then L raised to Y ക്ക് പകരം 1/2 കൊടുക്കാം. Then G raised to -1/2 എന്ന് എഴുതാം. ഓക്കെ, ഇനി അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എന്തായിട്ട് മാറും? T is equal to K into L raised to half divided by G raised to half എന്ന് എഴുതാമല്ലോ. ആ ഹാഫിന് പകരം എന്ത് എഴുതിയാൽ മതി? റൂട്ട് ഓഫ് എന്നാക്കി മാറ്റാം. T is equal to K into root of L by G എന്ന് എഴുതാം. So that is the equation for the time period of a simple pendulum using dimensions. അപ്പൊ ഡയമെൻഷൻസ് വെച്ചുകൊണ്ട് കാണുന്നത് എങ്ങനെയാണ്? കെയുടെ വാല്യൂ നമുക്കറിയാം 2π ആണെന്നുള്ളത്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് K എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പൊ T is equal to K into root of L by G എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പൊ സിമിലർ പ്രൊസീജിയർ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ അതൊന്ന് റിവൈൻഡ് അടിച്ചിട്ട് നിങ്ങൾ കാണുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Now we can move to the second last question of this chapter, that is write any 2 limitations of dimensional analysis. Dimensional analysisന്റെ ഏതെങ്കിലും 2 ലിമിറ്റേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ 2ൽ കൂടുതൽ ലിമിറ്റേഷൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും 2 അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. First one is dimensional analysis check only the dimensional correctness of the equation but not the exact correctness. അതായത് ഒരു ഡയമെൻഷണൽ കറക്റ്റ്നെസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡയമെൻഷനലി കറക്റ്റ് ആണോ, ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നുള്ളത് മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാക്ട് കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഡയമെൻഷനലി കറക്റ്റ് ആയ ഒരു ഇക്വേഷൻ
എക്സാക്ട്ലി എന്തായിക്കൊള്ളുന്നില്ല, അത് കറക്റ്റ് ഇക്വേഷൻ ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് ദ ഡയമെൻഷൻ ലെസ് കോൺസ്റ്റൻസ് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ബൈ ദിസ് മെത്തേഡ്. അതായത് ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് നമുക്ക് ഒരിക്കലും ഡയമെൻഷണൽ അനാലിസിസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല. ദെൻ വി കനോട്ട് റെഡ്യൂസ് എ റിലേഷൻ ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് 3ൽ കൂടുതൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങനെ ഒരു റിലേഷൻ ഇവിടെ ഡെഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ the method cannot be considered to determine the equations involving more than one term. അതായത് ഒരു ടേമിൽ കൂടുതൽ, ഇപ്പോൾ പ്ലസോ മൈനസ് ഒക്കെ വരുന്ന ടേംസ് ഉണ്ടെങ്കിൽ it is not possible to derive the equation. അത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ കഴിയില്ല. Then a formula containing trigonometric, exponential and logarithmic function cannot be derived from it. അതായത് എക്സ്പോണൻഷ്യൽ ടേംസ് അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ടേംസ് ഓർ ലോഗരിഥമിക് ഫംഗ്ഷൻസ് ഒന്നും വരുന്ന ഫോർമുല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറൈവ് ചെയ്യാൻ കഴിയില്ല by using dimensions. Last one is that it does not distinguish between the physical quantities having same dimensions. അതായത് ഒരേ ഡയമെൻഷൻസ് ഉള്ള പല ക്വാണ്ടിറ്റീസ് ഉണ്ട് അല്ലെ, നമ്മൾ കണ്ടതാണ് ഒന്നിലധികം ക്വാണ്ടിറ്റീസിന് സെയിം ഡയമെൻഷൻസ് ആണ് ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റിയിൽ അത് ഏതാണെന്നുള്ളത് നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതും അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്, ഡയമെൻഷണൽ അനാലിസിസ് എന്ത് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഡയമെൻഷണൽ കറക്റ്റ്നെസ് മാത്രമാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്, എക്സാക്ട് കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഡയമെൻഷൻ ലെസ് കോൺസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മെത്തേഡ് വെച്ചുകൊണ്ട് ഡിറൈവ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ വി കാൺ റെഡ്യൂസ് ദ റിലേഷൻ, അതായത് 3ലധികം ക്വാണ്ടിറ്റീസിനെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ അത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ മെത്തേഡ് കനോട്ട് ബി കൺസിഡർഡ് ടു ഡിറൈവ് ഇക്വേഷൻ മോർ ദാൻ 1 ടേം ആണ്. അതായത് ഇപ്പൊ ഒരു പ്ലസ് ടേം, ഒരു മൈനസ് അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്താണ്, ഒന്നിലധികം ടേംസ് വരുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ട്രിഗ്നോമെട്രിക് റിലേഷൻസ്, അതുപോലെ എക്സ്പോണൻഷ്യൽ ലോഗരിഥമിക് ഫംഗ്ഷൻസ് ഒന്നും നമുക്ക് ഡയമെൻഷൻസ് വെച്ചുകൊണ്ട് ഡിറൈവ് ചെയ്യാൻ പോസിബിൾ അല്ല. ഓക്കെ, ദെൻ ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് സെയിം ഡയമെൻഷൻസ്. ഒരേ ഡയമെൻഷൻസ് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ കഴിയില്ല. അതും ഒരു ലിമിറ്റേഷൻ ആണ്. Now we can move to the last question, that is find the number of significant figures in the following numbers. കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ is 0.02380. that is 0.02380. എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണുള്ളത്? അതായത് 0.0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 0 നെഗ്ലക്ട് ചെയ്യാം, അതിനുശേഷം വരുന്നത് 2380 ആണ്. അപ്പൊ ആ 4 നമ്പേഴ്സ് ആണ് അവിടെ ഉണ്ടാവുന്ന സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് 23.08 ആണ്. അതായത് 23.08 എന്ന് പറയുമ്പോൾ എന്താണ്, 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. അതുപോലെ 23.80 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്? 4 ആണ് അല്ലെ. സോ 2380 അതിൽ എത്രയാണ്? 3 ആണ്. കാരണം എന്താണ്, ഡെസിമലിന് ശേഷമാണ് 0 വന്നിരുന്നതെങ്കിൽ ഈ ലാസ്റ്റ് 0, അതായത് 2380 0 ഇൻക്ലൂഡഡ് ആവുമായിരുന്നു. പക്ഷെ ഇവിടെ എന്തില്ല, ഡെസിമല് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് 0 എന്ത് ചെയ്യില്ല, നമ്മള് കണക്കാക്കില്ല. അപ്പൊ അതുകൊണ്ട് 238 മാത്രമാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് 43.00. അപ്പൊ അതിൽ എത്ര ഉണ്ട്? 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണുള്ളത്. നെക്സ്റ്റ് ഈസ് 4300. അതായത് ഇതുപോലെ തന്നെ ഡെസിമലിന് ശേഷം അല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ് നമ്പർ ദർ ഇസ് നോ ഡെസിമൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താ അല്ല, ഈ 2 സീറോസും സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ ലാസ്റ്റ് വരുന്നത് 43 മാത്രമായിരിക്കും. അതായത് 2 നമ്പർ മാത്രമാണ് സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത്. അതായത് 4300 43 മാത്രമാണ് സിഗ്നിഫിക്കന്റ്. അപ്പൊ 2 ആണ് നമ്പർ. ദെൻ 4.700 into 10 സ്ക്വയർ. അതിൽ എത്രയാണ്? ഈ 10ന്റെ പവർ എന്ത് ചെയ്യില്ല, നമ്മളത് കണക്കാക്കില്ല. പിന്നെ വരുന്നത് എന്താണ്? 4.700 ആണ്. പോയിന്റിന് ശേഷമാണ് എന്ത് വരുന്നത്? സീറോസ് വരുന്നത്. അപ്പൊ അവ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. നെക്സ്റ്റ് വൺ ഈസ് 4.700 into 10⁻³ അതില് അഗെയിൻ 4 ആണ് അല്ലെ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട്, അതായത് അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.